നാട്ടിലെ നല്ലവനായ ഉണ്ണിയായിരുന്നു സെബാസ്റ്റ്യൻ. പക്ഷെ ആ മാന്യത അയാളുടെ കപടതയുടെ ക്രൂരതയുടെ മുഖംമൂടി മാത്രമായിരുന്നു. ഇന്നൊരൊറ്റ ദിവസത്തെ തെരച്ചിൽ 20-ലേറെ അസ്ഥികളും രക്തക്കറകളുമാണ് കണ്ടെത്തിയത്. ഈ പറഞ്ഞതുപോലെ കിണർ വറ്റിച്ചും കുളം വറ്റിച്ചും ഓടിളക്കിയും തറയിളക്കിയും നടത്തിയ പരിശോധന നാളെയും തുടരും. അതേസമയം ബിന്ദു തിരോധാന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് അട്ടിമറിച്ചെന്ന ആരോപണവുമായി ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനെ സുരേന്ദ്ര അടക്കമുള്ളവർക്ക് അട്ടിമറിയിൽ പങ്കുണ്ട്. കേസ് അട്ടിമറിക്കാൻ സെബാസ്റ്റ്യൻ എന്ന അന്വേഷണ സംഘം പണമടക്കം കൈപ്പറ്റിയെന്ന് സംശയമുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ അംഗം രൂപേഷ് പറഞ്ഞു. 24 എൻകൗണ്ടർ പ്രൈമിലായിരുന്നു രൂപേഷിന്റെ പ്രതികരണം. പോലീസ് ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൂട്ടുനിന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു അലംഭാവം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. കേസിലൊക്കെ പറഞ്ഞു കേട്ട സുരേന്ദ്രൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു, അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അടക്കം ഈ കേസ് ഒതുക്കുന്നതിൽ പങ്കാളികളാണ് എന്ന് നേർക്കുന്നവർ സംശയിക്കുകയാണ് നിങ്ങൾ, അല്ലേ? തീർച്ചയായും അതിലൊരു സംശയവുമില്ല. അതിൽ ആ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മുതൽ താഴെ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വരെ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്.